ദൈവം ഒരുവനെ ഉയർത്തിയാൽ അവനെ ആർക്കും താഴ്ത്താൻ പറ്റുകയില്ല. ദൈവം ഒരുവനെ താഴ്ത്തിയാൽ അവരെങ്ങനെ വിചാരിച്ചാൽ ഉയരാനും പറ്റുകയില്ല. ഇന്നത്തെ ഷാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, നിങ്ങളെ ആരൊക്കെ താഴ്ത്താൻ നോക്കിയാലും, നിങ്ങൾ നശിച്ചു പോകുന്ന ആരൊക്കെ വിധി എഴുതിയാലും, നിങ്ങളെ തകർച്ച കാണാൻ പലരും മാറി നിന്ന് നോക്കിയാലും, ദൈവം നിങ്ങളെ ഉയർത്തുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, അതിനായി നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ തടഞ്ഞാലും നടക്കില്ല. ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും, ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. ഒരു സമയം, ഒരു ശോധനയുടെ സമയം, ഒരു ദൈവിക ടെസ്റ്റിന്റെ സമയമുണ്ട്. അത് കഴിയുമ്പോൾ നിശ്ചയമായും നിങ്ങൾ ഉയർന്നു വന്നിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന നൽകുന്നു. നാളുകളായി എൻ്റെ മേൽ ശാപം കിടക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിന് മേൽ ശാപം കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും ഉയരില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയ മേഖലകളിൽ കർത്താവ് ആ വിധിയുടെ ചങ്ങലകളെ പൊട്ടിച്ചു കളഞ്ഞിട്ട് കർത്താവ് നിങ്ങളെ ദൈവികമായ പദ്ധതിയിൽ ഉയർത്താനായി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമോ അവനെ ഏറ്റവും ഉയർത്തിയത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവനെ മരണപാശങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ആ പാശങ്ങളെയൊക്കെ പൊട്ടിച്ചു. ദൈവം അവനെ ഏറ്റവും ഉയർത്തി എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ എവിടെയൊക്കെ നിങ്ങളെ ബന്ധിച്ചു വെക്കാൻ നോക്കിയോ ആ മേഖലയെല്ലാം പൊട്ടിച്ച് ദൈവം നിങ്ങളെ ഏറ്റവും മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ഞായറാഴ്ച ദിവസം വചന സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും നമുക്ക് വൈകിട്ട് ഓൺലൈൻ വർഷിപ്പ് ഉണ്ട്. രാത്രി 10 മുതൽ 11 വരെ, ഇന്ത്യൻ സമയം രാത്രി 10 മുതൽ 11 വരെ നിങ്ങൾക്ക് ആ സമയം കണക്കാക്കി ജോയിൻ ചെയ്യാം. ആരാധനയും വചന ശുശ്രൂഷയും നിങ്ങളുള്ള സ്പെഷ്യൽ ദൂതൊക്കെ അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുവേണ്ടിയുള്ള സൂമിന്റെ ഐഡിയും ലിങ്കും പാസ്വേഡും ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയായി ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. യഹോവയായി ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പറയാണ്, ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തി പച്ചയുള്ള വൃക്ഷത്തെ ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്യുന്ന കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. ഒരു കാലത്ത് അശൂരും ബാബിലോണുമാണ് ലോകത്തിലെ ഏറ്റവും തഴച്ച സാമ്രാജ്യം. ഇസ്രായേൽ ജനത്തെ അവർ കൈയടക്കി വെക്കുവാനിടയായി, പ്രവാസികളാക്കി കൊണ്ടുപോയി. എന്നാൽ യെഹെസ്കേൽ മുഖാന്തരം ദൈവത്തിന്റെ അരുളപ്പാട് വരെയാണ്, എത്ര ഉയരമുള്ള വൃക്ഷമാണെങ്കിലും, എത്ര പച്ചയായ വൃക്ഷമാണെങ്കിലും ദൈവം ഉണക്കിയാൽ ഉണങ്ങിപ്പോകും. എത്ര ഉയരമുള്ള വൃക്ഷത്തെ വെട്ടി താഴെ ഇട്ടാൽ അതിനും ഉയർന്നു വരാൻ പറ്റില്ല. ഒരിക്കലും അശൂർ സാമ്രാജ്യം പിന്നെ ഉയർന്നു വന്നില്ല, ഒരിക്കലും ബാബിലോൺ സാമ്രാജ്യം പിന്നെ ഉയർന്നു വന്നില്ല. പക്ഷെ ഇസ്രായേൽ ദൈവം എഴുന്നേൽപ്പിച്ചോണ്ട് വന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഉയർപ്പ്, അതാണ് ഈ വചനം തരുന്ന പ്രോമിസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വലിയ ലോകപരമായുള്ള പല ശക്തികളും പല ഭാഗത്തു നിന്നും നമ്മളെ ഒതുക്കി ഞെരുക്കി നമ്മളുടെ നെടുവീർപ്പ് പോലും വെളിയിൽ വരാതെ, അതും ആരും അറിയാതിരിക്കാനായിട്ട് പിശാച് പോരാടിയാലും സ്വർഗത്തിൽ ദൈവം നമ്മളെ വിടുവിക്കുവാൻ അവന്റെ വാഗ്ദത്തമുള്ള ജനമാണെങ്കിൽ നമ്മൾ എവിടെ ചെതറിക്കിടന്നാലും ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മളെ ഞരക്കവും വേദനയും ആരും കേൾക്കുന്നില്ല വിചാരിച്ചാലും ദൈവം അത് കേൾക്കുന്നുണ്ട്. 4-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചു, ഞെരുക്കത്തിലിരുന്നപ്പോൾ ഞാൻ നിലവിളിച്ചു, നീ എൻ്റെ പ്രാർത്ഥനയും നിലവിളിയും കേട്ട് എന്നെ വിശാല സ്ഥലത്താക്കി. ഞെരുക്കത്തിനകത്തുള്ള നിലവിളി ദൈവം കേൾക്കും. 12-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഞരക്കവും നിങ്ങളുടെ വേദനയും നിലവിളിയും നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ആ ഭാരം ഒക്കെ ഉണ്ടല്ലോ, അത് കർത്താവിന് നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. കർത്താവ് നന്നായിട്ട് ആ വേദന സ്കാൻ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. എത്ര ആ വേദനയുടെ ആഴം എത്രയാണെന്ന് കർത്താവിന് മാത്രമേ ശരിക്കും അറിയത്തുള്ളൂ. അത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയാമോ? യേശുവിനെ കുറിച്ച് പറയുക. യേശു എങ്ങനെ നമ്മുടെ വേദന അറിയുന്നത്? താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അവൻ ആ വേദനയെ കൂടെ കടന്നുപോയി. അവന്റെ പച്ച മാംസം അതുപോലെ നുറുക്കപ്പെടുകയും വേദനപ്പെടുകയും അവന്റെ മനസ്സ് മുറിക്കുന്ന രീതിയിൽ, തകർക്കുന്ന രീതിയിൽ അപമാനങ്ങൾ ഏൽക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ വേദന അവനറിയാം. ശരീരത്തിന്റെ വേദന, നമ്മുടെ മനസ്സിന്റെ വേദന, നമ്മൾ കടന്നു പോകുന്ന എല്ലാ യാതനകളും ശോധനകളും ഒക്കെ കർത്താവിന് നന്നായിട്ട് അറിയാം.
ഹല്ലേലൂയ. അവൻ പച്ച മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് അതെല്ലാം അനുഭവിച്ചവനാ. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി കീഴടങ്ങിയിരുന്നവനാ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഹല്ലേലൂയ. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അതെ, കടന്നു പോകുന്ന വേദനകൾ അവസാനമല്ല, ശോധനകൾ നഷ്ടമല്ല, അതൊക്കെ ദൈവിക ഉയർച്ചയുടെ പടവുകളാണ്. ഹല്ലേലൂയ. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ ഹന്ന വളരെയധികം മനോവ്യസനത്തോടെ കരഞ്ഞ, പക്ഷെ അവൾ ശബ്ദം വെളിയിൽ വരാതെ ഹൃദയം കരയുന്നുണ്ട്, അതിന് അനങ്ങുന്നുണ്ട്, പക്ഷെ വെളിയിലോട്ട് ശബ്ദമില്ലാതെ നിലവിളിച്ച ഒരു മാതാവായിരുന്നു. പക്ഷേ അവൾ ദൈവിക മറുപടി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പാടിയ അല്ലെങ്കിൽ അവൾ പ്രാർത്ഥിച്ച വചനങ്ങളെക്കുറിച്ച് ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിലുണ്ട്. 6-7 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അനുഭവത്തിൽ നിന്ന് പറയാം, എത്ര നാളാണ് ഈ താഴ്ച അനുഭവിച്ചത്, എത്ര നാളാണ് ഈ നിന്ന അനുഭവിച്ചത്, എത്ര നാളാണ് പ്രതിയോഗികളെ മുഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനപ്പുറം കണ്ടില്ലേ, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്കൊരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ താണേ അവസ്ഥയിലാണ്, ഇന്ന് നിങ്ങൾ താഴ്ചയിലൂടെ കടന്നു പോകുന്നെങ്കിൽ എന്നും താഴ്ചയല്ല, ദൈവം നിങ്ങൾക്കൊരു ഉയർച്ച വെച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 52-53 വാക്യങ്ങളിൽ യേശുവിന്റെ അമ്മയായ മറിയ എലിസബത്തിന്റെ മുമ്പിൽ നിന്ന് പ്രവചിച്ചു പറയുന്നൊരു പാട്ടുണ്ട്. അതിലൊരു വാക്യം ഇങ്ങനെയാണ്: പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ ഇറക്കി, താണവരെ ഉയർത്തിയിരിക്കുന്നു, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പൊക്കമുണ്ടെന്ന് പറഞ്ഞതിനൊക്കെ ദൈവം വെട്ടിക്കളയും കേട്ടോ. താണിരിക്കുന്നവനെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ എന്നാണ് പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു. താണിരിപ്പിൻ, ദൈവം സമയത്ത് ഉയർത്തും. നിങ്ങൾക്കുള്ള വിളി വരും, നിങ്ങളെ അന്വേഷിച്ചു വരും ദൈവത്തിന്റെ സമയത്ത്. പക്ഷേ കർത്താവിന്റെ കാൽക്ക് താണിരിക്കണം, എഴുന്നേറ്റ് പോകരുത്, പെറുപെറുക്കരുത്, കുറ്റം പറയരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്. കർത്താവിന്റെ കാൽക്കൽ ഇരുന്നോണം, കർത്താവ് ഒരു മറുപടി തരും. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാപ്രവചനം 10-ാം അധ്യായം 33-ാം വാക്യം: സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചു കളയും, പൊക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഇസ്രായേലിനെതിരെ നിന്ന ശക്തികളെ കുറിച്ച് പറഞ്ഞിരിക്കുക. എന്നാൽ അടുത്ത അധ്യായത്തിന്റെ ആദ്യ വാക്യം 11-1: എന്നാൽ ഈശോയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഉള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ആമേൻ. വലിയ വൃക്ഷത്തിന്റെ കൊമ്പുകളെ ദൈവം വെട്ടി താഴെയിടും. എന്നാൽ ആരും കാണാൻ പറ്റാത്ത ഒരു കുറ്റിയുണ്ട്, നേരത്തെ എന്നോ വെട്ടിക്കളഞ്ഞു പോയൊരു കുറ്റി. അതിന്റെ കുറ്റിയിൽ നിന്ന് ദൈവം ഒരു മുള പൊട്ടി പുറപ്പെടുവിക്കും, എന്നിട്ട് അതിനെ ഫലം കായ്പിക്കും. ഈശോയുടെ കുറ്റി എന്ന് പറയുന്നത് ദാവീദിന്റെ മകൻ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ബാക്കി ഭാഗം വായിക്കും പറയാം. അതെ, യേശുക്രിസ്തുവിലൂടെ വലിയ ഫലം ലോകത്തിന്, ഇസ്രായേലിന് ലോകത്തിന് ദൈവം കൊടുക്കും. ഒരു വലിയ പ്രോഫസി ആയിരുന്നു. അതെ പറയുള്ളവരെ, വലിയ വൃക്ഷത്തെ, ഉയർന്ന വൃക്ഷത്തെ വെട്ടി താണതിനെ ഉയർത്താൻ പോകുന്ന ദൈവം. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം മാനിക്കുന്നത് നിങ്ങളെ പരിഹസിച്ചവർ കാണും. ദൈവം നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങളെ താഴ്ത്തിയവർ കാണും. ഹല്ലേലൂയ. നിങ്ങളെ തകർച്ച കാണാൻ നോക്കിയിരുന്നവർ നിങ്ങളെ ഉയർച്ച കാണും. നിങ്ങൾ കുറിച്ചിട്ടോ ഈ പ്രവചന വചനം നിങ്ങൾ സ്വീകരിച്ചോ, അടുത്തൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുടെ മാസമാക്കി ദൈവം മാറ്റട്ടെ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞായറാഴ്ച ദൈവശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഉയർന്ന മരത്തെ വെട്ടിക്കളഞ്ഞിട്ട് താണതിനെ ഉയർത്തുകയും കുറ്റിയിൽ നിന്ന് മുളപ്പുറപ്പടി വെച്ചിട്ട് ഫലമുണ്ടാക്കുകയും ചെയ്യുന്ന കർത്താവ്, കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ, കർത്താവെ പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നവൻ, അവിടുന്നാണ് ഞങ്ങൾ ഉയർത്തുന്നത്. തക്ക സമയത്ത് ഈ വചനം കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഉയർത്തണമേ. എവിടെയൊക്കെ താണുപോയി, എവിടെയൊക്കെ തകർന്നുപോയി, ആ മേഖലയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുവാൻ ദൈവത്തിന് കഴിയും. ഞങ്ങളത് വിശ്വസിക്കുന്നു. എന്നും തകർച്ച അല്ല, ദൈവം അതിനപ്പുറം ഒരു പണി ദൈവം ചെയ്യാൻ പോകുന്നതിനായി നന്ദി. ഈ മക്കളുടെ ജീവിതത്തിൽ അത് ചെയ്യണമേ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യണമേ. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. ഇന്ന് മുതൽ അത് ആരംഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് അങ്ങനെ ചെയ്യും. നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ കുറെ പേർക്ക് ഈ വചനം ഷെയർ ചെയ്യണമെന്ന് അറിയാം. ആദ്യമായിട്ട് കേൾക്കുന്നവരാണ് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ വചനം ഷെയർ ചെയ്യണം കുറെ പേർക്ക്. God bless you. Have a blessed Sunday.